മഴയാട്ടോ ഇങ്ങോട്ടൊക്കെ. അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. അടിപൊളി കേട്ടോ. നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇപ്പോഴാണ് നല്ല ക്ലൈമറ്റ് കിട്ടിയത്. ഇവിടെ നല്ല ചൂടൊക്കെ ആയിരുന്നു. ഇവിടെ നല്ല കോടയും അതുപോലെ നല്ല മഴയും. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂരാട്ടോ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഒരു ട്രെയിൻ യാത്ര പോകാം കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:50 ചെന്നൈയിലേക്ക് പോകുന്ന വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. സമയം ഇപ്പോൾ 11:30 കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വണ്ടി 12:50 വരുന്നത്. ഇനി 1 മണിക്കൂറിൻ്റെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകാം. ആ ഒരു ഭാഗത്താട്ടോ സ്റ്റേഷൻ വരുന്നത്. നമ്മുടെ വണ്ടി വരുന്നത് 5-ലാണ്. അപ്പോൾ നമുക്ക് ഇനി 1 മണിക്കൂർ ടൈമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാം. ഇനി അത് ഒരുപാട് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്റ്റേഷൻ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പുള്ള വഴിയാട്ടത്. ഷൊർണൂർ ജംഗ്ഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമാട്ടത്. ഇവിടെ ഒരു റാക്കൊക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി വരുന്നത് 5-ലാണ്. ആ ഒരു ഭാഗത്തേക്ക് കേട്ടോ. നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകണം. ഇവിടെ ഈ കിടക്കുന്നത് തൃശ്ശൂരിലേക്ക് പോകുന്ന വണ്ടിയാട്ടത്. ഈ ഒരു സൈഡിലായിട്ട് കിടക്കുന്നതാണ്. നമുക്ക് നിലമ്പൂരിൽ നിന്ന് വന്നിട്ട് നിലമ്പൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്നത് കേട്ടോ. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ വന്ന് ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ആ വണ്ടിയാണ് ഈ കിടക്കുന്നത്. അതുപോലെ ഈ കിടക്കുന്ന വണ്ടി നിലമ്പൂരിലേക്ക് പോകുന്ന വണ്ടിയാട്ടോ. 2:20 നിലമ്പൂരിലേക്ക് പോകുന്ന വണ്ടിയാണിത്. ഉച്ചയ്ക്ക് ഇതെവിടെയായിട്ട് കാണട്ടെ നമുക്ക്. 1ാമത്തെ പ്ലാറ്റ്ഫോം. ഇവിടെ നിന്ന് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമുക്കെന്തായാലും ഇതിലിങ്ങനെ കറങ്ങി 5-ലേക്ക് പോകാം. ഈ ട്രെയിനിൻ്റെ കോച്ചുകളൊക്കെ ഉണ്ടല്ലോ, നല്ല വൃത്തിയിട്ടോ കാണാൻ. പുതിയ കോച്ചുകളാണെന്ന് തോന്നുന്നു. പുതിയതല്ല, 2013 ഉള്ളതാട്ടോ. എന്നാലും അത്യാവശ്യം നല്ല വൃത്തിയാണ്. നമുക്ക് ഉണ്ടല്ലേ. നമ്മളിതാ ഇതിലിങ്ങനെ നടന്ന് 5-ലേക്ക് പോകണം. 5-ലേക്ക് ഇവിടെ ഒരു മേൽപ്പാലുണ്ട്. ഇതിങ്ങനെ കയറി നമുക്ക് 5-ലേക്ക് പോകാം. തീരെ തിരക്കില്ല കേട്ടോ ഇവിടെ ഒന്നും. നമ്മളിതാ അതിലേക്ക് കറങ്ങിയാണ് വന്നത്. ഇവിടെ അങ്ങോട്ടൊരു കാഴ്ച നോക്കി. സ്കൈൻ്റെ കളറൊക്കെ നോക്കി അടിപൊളിയല്ലേ. അവിടെ ഒരു മേൽപ്പാലുണ്ട് കേട്ടോ. അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ബ്ലോക്ക് ആക്കിയേക്കാണ്. നമുക്ക് ഈ ഒരു വഴി തന്നെ കറങ്ങി പോകണം. നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 5-ലെത്തിയേക്കാം കേട്ടോ. ഇതാണ് 5. ഇവിടുന്ന് സ്കൈയുടെ കളറൊക്കെ അടിപൊളിയല്ലേ കാണാൻ. ഇവിടെ നമ്മുടെ വണ്ടി 12:50 ഇവിടെ എത്തും. 12 മണിയായിട്ടുള്ളൂ കേട്ടോ. ഇനിയുണ്ട് ഒരു 50 മിനിറ്റ്. പോസ്റ്റാണ് ഇവിടെ. ആ ഒരു ഭാഗത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കാട്ടോ അങ്ങോട്ട്. ഈ കിടക്കുന്ന വണ്ടി ഉണ്ടല്ലോ, മംഗലാപുരത്ത് നിന്ന് താമ്പരത്തേക്ക് പോകുന്ന വണ്ടിയാട്ടത്. ഇത് 5-ലായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. സമയം 11:15 കഴിഞ്ഞിട്ടോ. നമ്മുടെ വണ്ടി അടുത്തതായിരിക്കും വരുന്നത്. നമ്മളിതാ ഈ ഒരു എൻഡിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരുപാട് ലഗേജുകളൊക്കെ കൊണ്ടുവന്നിട്ട് ലോഡ് ചെയ്തിരുന്നതാണ് കേട്ടോ. നമുക്ക് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ വരുന്നതൊക്കെ ആയിരിക്കും. അങ്ങോട്ടും കാണാം നമുക്ക്. നല്ല വെയിലാട്ടോ. ഒരു ട്രിക്കത്തെ വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. എന്തായാലും ടൈമുണ്ട് നമുക്ക് എവിടെയൊക്കെ പോയി ഇരിക്കാനേ. സമയം 12:50. നമ്മുടെ വണ്ടി ഇത് 6ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നേക്കുന്നു കേട്ടോ. നമ്മുടെ കോച്ച് ഇതാണ് S6. നമുക്ക് ഇതിലേക്ക് തന്നെ കയറാം. 56. നമ്മളെന്തായാലും സീറ്റിലേക്കൊന്നും ഇരിക്കുന്നില്ല കേട്ടോ. ഇതിലേതോ ആണ് നമ്മുടെ സീറ്റ്.
ഞാൻ അറ്റത്താന്ന് തോന്നുന്നു കേട്ടോ. ഈ കാണുന്ന കേട്ടോ നമ്മുടെ സീറ്റ് 56. നമ്മളെന്തായാലും അധികം നേരം ഒന്നും ഇവിടെ ഇരിക്കുന്നില്ല, നമുക്ക് വീഡിയോ എടുക്കണം. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ആയിട്ട് ഇതാ കാളകൂട്ടിൻ്റെ ഡ്രോയിങ് ഒക്കെ വരച്ച് വെച്ചിരുന്നതാണ് കേട്ടോ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ. നമ്മുടെ വണ്ടി ഇപ്പം ഇവിടെ നിന്ന് എടുക്കും. ഭയങ്കര ചൂടാട്ടോ, രക്ഷയില്ലാത്ത ചൂടാണ്. കോയമ്പത്തൂരൊക്കെ എത്തുമ്പോഴേക്കും എന്തായാലും ഒരു വഴിയാകും. നമ്മുടെ വണ്ടി 3:30 കഴിയും കേട്ടോ കോയമ്പത്തൂരെത്താൻ. എന്തായാലും നോക്കാം നമുക്ക്. ഇവിടെ ആയിട്ട് നമ്മുടെ വേണാട് കിടക്കുന്നുണ്ട് കേട്ടോ, വേണാട് എക്സ്പ്രസ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന. ഈ പൊങ്കാല ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും ഇതൊക്കെ. ഇവിടുന്ന് 1 മണിക്ക് എടുക്കുന്ന വണ്ടി കേട്ടത്, 1 മണിക്ക്. സമയം 1:20 കഴിഞ്ഞിട്ടോ. നമ്മുടെ വണ്ടി ഇപ്പോഴാണ് ഇവിടെ നിന്ന് എടുക്കുന്നത്, ഷൊർണൂരിൽ നിന്ന് ഇപ്പോഴാണ് എടുക്കുന്നത്. ഇനി എപ്പോൾ എത്തുമെന്നല്ലോ, സാധാരണ നമ്മൾ 3:20 എത്തേണ്ടത്. ഇപ്പം എപ്പോൾ എത്തുന്നൊരു ഐഡിയ ഇല്ല. നമ്മുടെ വേണാട് കിടക്കണല്ലോ, ഒന്നും പോയിട്ടില്ല. ഈ പൊങ്കാല ടൈം ആയതുകൊണ്ട്, ആറ്റുകാൽ പൊങ്കാല കേട്ടോ, അതിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും വേണാടിൽ. അവിടെ കിടക്കുന്നത് ഷൊർണൂർ ടു തിരുവനന്തപുരം. ഷൊർണൂർ ജംഗ്ഷൻ. അങ്ങനെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനോട് രാറ്റ് പറഞ്ഞു. അടുത്ത നമ്മുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പാലം. ഒറ്റപ്പാലം എന്താ വെയിൽ നോക്കി, സ്കൈയുടെ കളറൊക്കെ കണ്ടില്ലേ, നല്ല ക്ലിയർ സ്കൈ. ഈ ഒരു ഭാഗമൊക്കെ നോക്കി കാടൊക്കെ വിട്ട് ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാറിയിരിക്കുന്നു. കാടൊക്കെ വെട്ടി നല്ല വൃത്തിയായിട്ട് ഈ ഭാഗമൊക്കെ. ആ ഒരു ഭാഗത്തേക്ക് ഇതാ കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പാടം കാണാം നമുക്ക്. അതുപോലെ അങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ കുന്നൊക്കെ കാണാം, കുന്നും മലയൊക്കെ. മൊത്തത്തിൽ നല്ല ക്ലിയർ ആണ് സ്കൈ ഒക്കെ. ആ ഭാഗത്തിൻ്റെ ഭാഗത്ത് സൈഡൊക്കെ കാണാം നമുക്ക്, വണ്ടിയായിട്ട് കാണാം. നമ്മളിതാ ഒറ്റപ്പാലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം വണ്ടി ഇതാ സ്ലോ ആയി.
ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ. വലിയ തിരക്കൊന്നുമില്ല ഈ ഭാഗത്ത്. അടുത്ത സ്റ്റേഷനാണ് പാലക്കാട്. അവിടെ നമ്മൾ നോക്കാട്ടെ. നമുക്ക് ഇവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് മൂടിയ കാലാവസ്ഥയായിരുന്നു. എന്തായാലും അടിപൊളിയായിരിക്കും. നമ്മുടെ വണ്ടി ഇതാ ഒറ്റപ്പാലത്ത് നിന്ന് എടുത്തു കേട്ടോ. ഇവിടെ 1 മിനിറ്റ് ടൈം വരുന്നുള്ളൂ. ഒറ്റപ്പാലം ഒറ്റപ്പാലം നമ്മൾ ഒറ്റപ്പാലം പാസ് ചെയ്ത് പോകുന്നത്. അടുത്ത പാലക്കാട്. നമുക്ക് ഈ ഒരു റൂട്ടിൽ ആകെ 4 സ്റ്റേഷൻ വരുന്നുള്ളൂ കേട്ടോ. ഒറ്റപ്പാലം, പാലക്കാട്, പിന്നെ പൊതനൂർ, അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് സ്റ്റോപ്പൊന്നും വരുന്നില്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ സിഗ്നൽ ആക്കി പിടിച്ചിട്ടോ. ഈ ഭാഗത്തേക്കൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകൾ. അവിടെയൊക്കെ വേറൊരു വണ്ടി കിടക്കുന്നത് മറ്റേ ചരക്ക് വണ്ടിയാണ് ഇത്. ഇനി അങ്ങോട്ട് നമുക്ക് കള്ള് കാണാൻ പറ്റും കേട്ടോ. ഈ പോകുന്ന വഴിക്കായിട്ട് ഈ റെയിൽവേ പാളത്തിന് 2 സൈഡിലായിട്ട് കാണാൻ പറ്റും. ഈ ഒറ്റപ്പാലം എത്തുന്നതിന് മുമ്പൊന്നും കേട്ടോ. ഇവിടെ കാണാം നമുക്കൊരു കള്ള് ഷാപ്പ്. കടച്ചേക്കാം കേട്ടോ. വൈകുന്നേരമായിരിക്കും നോക്കുന്നത്. അതുപോലെ ഈ റൂട്ടിൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അങ്ങനെ പറളി വണ്ടിയുടെ പതുക്കെയായിട്ട് പോകുന്നത്. വേറെ ഏതോ വണ്ടിക്ക് പാസ് ചെയ്യണമെന്ന് തോന്നുന്നു. ഭാഗത്തേക്കുള്ള കാഴ്ച നോക്കി അടിപൊളിയായിട്ട് കാണാൻ. നെല്ലൊക്കെ വിതച്ച് നല്ല പച്ച കളർ കിട്ടും. ഈ ഉണങ്ങി കഴിഞ്ഞ് നിൽക്കുന്നതിനിടയ്ക്ക് നല്ല പച്ചക്കളർ കാണാൻ അടിപൊളിയാണ്. ഇവിടെ എന്താ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ട്രെയിൻ സ്ലോ ആയത്.
നമ്മളിതാ പാലക്കാട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതാ കയറിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ടറിലെത്തി നമ്മളിതാ പാലക്കാട് ഔട്ടറിൽ നിൽക്കുക കേട്ടോ. പാലക്കാട് എത്തിയപ്പോഴേക്കും ഭയങ്കര പച്ചപ്പും ഹരിതാവൊക്കെ ആയി. ഇതുവരെ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഈ ഭാഗമൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ കുറേ വീടുകളും ഫ്ലാറ്റുകളൊക്കെ കാണാം നമുക്ക്. നമ്മളിപ്പോൾ പാലക്കാട് സ്റ്റേഷനിലേക്ക് എത്തും. അത് കഴിഞ്ഞ് പിന്നെ പൊതന്നൂർ, പിന്നെ കോയമ്പത്തൂരാട്ടോ അടുത്ത സ്റ്റേഷൻ. നമ്മളൊരു 3:35 ആകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്കാം നമുക്ക്. ഇവിടേക്ക് എത്തിയപ്പോഴേക്കും ചെറിയ രീതിയിൽ മഴക്കാരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് കാണാം നമുക്ക്. നമ്മളിത് പാലക്കാട് സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവിടെ അങ്ങ് ദൂരമായിട്ട് നമുക്ക് സ്റ്റേഷൻ കാണാം. നമ്മളങ്ങനെ പാലക്കാട് സ്റ്റേഷനിലെത്തി കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഈ കിടക്കുന്നത് നമ്മുടെ പാലക്കാട് നിന്ന് തൂത്തുക്കുടിയിലേക്ക് പോകുന്ന വണ്ടി കേട്ടോ. ഇത് 4:05 പോകുന്ന വണ്ടി. ഈ ഭാഗത്തായിട്ട് കിടക്കുന്നതാണ് നമുക്ക്. നാളെ രാവിലെ 7 മണി 6:45 ആകുമ്പോഴേക്കും തൂത്തുക്കുടിയിൽ എത്തുന്ന വണ്ടി കേട്ടത്. ഈ കിടക്കുന്നത് ന്യൂഡൽഹിയിലേക്ക് പോകുന്ന വണ്ടി കേട്ടത്. ഈ ഒരു ഭാഗത്തായിട്ട് കിടക്കുന്നതാണ് നമുക്ക്. ഇതൊക്കെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ബിരിയാണി വാങ്ങിച്ചോട്ടോ. 120 രൂപ. സമയം ഇപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്കെന്തായാലും ഇതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാം. അപ്പോഴേക്കും വണ്ടി ഇവിടെ നിന്ന് എടുക്കും. നമ്മുടെ വണ്ടി അങ്ങനെ പാലക്കാട് നിന്ന് എടുത്തു കേട്ടോ. ഇപ്പോൾ എടുത്തുള്ളൂ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഉണങ്ങിയ ബിരിയാണി കേട്ടോ. പ്രത്യേകിച്ചൊരു ടേസ്റ്റൊന്നുമില്ല. ഇതിനൊക്കെ കഴിച്ചു. നമ്മളിതാ പാലക്കാട് ജസ്റ്റ് എടുത്ത് പോകുന്നുള്ളൂ. ഇവിടെ പാലത്തിൻ്റെ വർക്ക് കാണുന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് പൊതന്നൂരാണ്. കോയമ്പത്തൂർ എത്തുന്നതിന് കുറച്ച് മുമ്പ്. അത് കഴിഞ്ഞാൽ കോയമ്പത്തൂർ. അതാണ് ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത്. അതിനിടയ്ക്ക് വല്ലപ്പോഴൊക്കെ നിർത്തി വണ്ടി നല്ല സ്പീഡിലായിരിക്കും ഇനി പോകുന്നത്. ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് നല്ല ഹൈറ്റ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സൊക്കെ കാണാൻ പറ്റും അങ്ങോട്ട്. ആ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ മല കണ്ടു തുടങ്ങി കേട്ടോ. നമ്മൾ ആ ഒരു ഭാഗത്ത് കാണാം. നമുക്ക് നല്ല അടുത്ത് കാണാം കേട്ടോ അങ്ങോട്ട്. നമ്മൾ കഞ്ചിക്കോട് ഇവിടെ എല്ലാം സ്കിപ്പ് ചെയ്യാട്ടെ. ഈ കഞ്ചിക്കോട് സ്റ്റേഷനൊക്കെ സ്കിപ്പ് ചെയ്യണം നമ്മൾ. അടുത്തത് വാളയാർ വരുന്നുണ്ട്. ഒരു ഭാഗത്തെപ്പോഴേക്കും അത്യാവശ്യം ഫോറസ്റ്റൊക്കെ തുടങ്ങിയിട്ടാ. തീയൊക്കെ നന്നായിട്ട് മൂടിയിട്ട് നല്ല മഴക്കാറായിട്ടുണ്ട് ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും. മഴയൊക്കെ തീയരിക്കട്ടെ. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും നമ്മൾ മഴ കണ്ട രീതിയിലൂടെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.
കേട്ടോ. ചിലപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മഴ പെയ്യാനൊക്കെ സാധ്യതയൊക്കെയുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് നല്ല രീതിയിൽ ഫോഗാണ്. അവിടെ നല്ല ഫോറസ്റ്റ് ആട്ടോ. ട്രെയിൻ കുറച്ച് പതുക്കെ പോകുന്നത്. കാരണം അനിമൽ ക്രോസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടിയായിരിക്കും. ഈ ഒരു ഭാഗത്തൊക്കെ മിക്ക സമയത്ത് ആനയൊക്കെ ഇറങ്ങുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വണ്ടി നല്ല പതുക്കെയാണ് പോകുന്നത്. മഴ ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴേ എന്തായാലും പോകുന്നത് ഈ മഴ. അതിൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ പോകാം കേട്ടോ. നമുക്ക് ഇതൊക്കെ കാണാം നല്ല രീതിയിൽ പോകെ. ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ല, മൊത്തം നല്ല ഫോറസ്റ്റ് ആട്ടോ. ഇങ്ങോട്ടൊക്കെ ഇവിടെയൊക്കെ നമുക്ക് ഫെൻസിങ് കാണാൻ പറ്റും. ആനയൊന്ന് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ഓക്കെ, നമ്മൾ മഴക്കാലത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ വെള്ളച്ചാട്ടം ആയിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും നമുക്ക്. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നല്ല രീതിയിൽ പോകാം കേട്ടോ. നല്ല രീതിയിൽ കോട കാണാം അതിൻ്റെ മുകളിലോട്ടൊക്കെ. ഈ ഒരു റൂട്ടിൽ മഴക്കാലത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാസിൽ പോകുന്ന ഒരുപാട് ഭാഗത്ത് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. നല്ല വേനലാണ്, എന്നാലും നല്ല ഈ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴേക്കും ഭയങ്കര രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ല നല്ല രീതിയിൽ ഫോറസ്റ്റ് ആയിട്ടാണ് നമുക്ക്. മഴയാട്ടോ ഇങ്ങോട്ടൊക്കെ. അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. അടിപൊളി കേട്ടോ. നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇപ്പോഴാണ് നല്ല ക്ലൈമറ്റ് കിട്ടിയത്. ഇവിടെ നല്ല ചൂടൊക്കെ ആയിരുന്നു. ഇവിടെ നല്ല കോടയും അതുപോലെ നല്ല മഴയും. മഴയൊക്കെ പോയിട്ടോ.
എന്നാലും നല്ല മൂടി കെട്ടി നിൽക്കുകയാണ് അങ്ങോട്ടത്. മൊത്തം കൃഷിയാട്ടോ. അടിപൊളി കാണാം. അതിനിടെ കൂടെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തേക്ക് പശു, മറ്റേ ചെമ്മരിയാടൊക്കെ ഉണ്ട്. ചെമ്മരിയാട്, മാങ്ങ, മാന്തോട്ടം ഒരുപാട് കാണാം കേട്ടോ നമുക്ക്. മല ആ ഒരു ഭാഗത്തേക്ക് കാണാം. അതിൻ്റെ മുകളിലൊക്കെ പോകാം കേട്ടോ. അങ്ങോട്ടൊക്കെ കാണാം. ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകും. അതുപോലെ വെള്ളച്ചാട്ടം ഒഴുകി വരുന്നതാണ് കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ ആ പൊതനൂർ സ്റ്റേഷനിലേക്ക് എത്തിയത്. പൊതനൂർ കോയമ്പത്തൂർ എത്തുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് സ്റ്റേഷനാണത്. അടുത്തത് കോയമ്പത്തൂർ. ഇവിടെ ആൾ തന്നെ കാണുന്നില്ല കേട്ടോ. ഈ ഒരു സൈഡിലായിരിക്കും. ഇവിടെ വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്, ഒരു മെമ്മു കിടക്കുന്നുണ്ട് ഇവിടെ. ഇവിടുന്ന് വലിയ ആളൊന്നുമില്ല കേട്ടോ ഈ വണ്ടി കയറാൻ. കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കോയമ്പത്തൂരിൽ നിന്നൊക്കെ ആയിരിക്കും ഇതിൽ തിരക്ക് തുടങ്ങുന്നത്. ഇവിടെയൊക്കെ ഇതാ റൂഫിൻ്റെ വർക്കൊക്കെ നടക്കുന്നത്. അവിടെ വണ്ടി ഇതാ അങ്ങനെ പൊതനൂറിനടുത്ത്. ഒരു 4:25 ആകുമ്പോഴേക്കും അവിടെ എത്തിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ മറ്റേ വണ്ടി മിസ്സാവട്ടോ നമുക്ക്. എന്തായാലും നോക്കാം. ഇവിടെ ഭയങ്കര മഴ കേട്ടോ. വീണ്ടും ഡാറ്റ. ഇവിടെ ഭയങ്കര മഴയാണ്. നമ്മളിപ്പം S4 നിൽക്കുന്നത്. നമ്മുടേത് X6 ആണ്. നമുക്ക് അങ്ങോട്ട് പോകണം. ഈ TT അതൊന്നും നമ്മൾ ഓടിക്കും. മൊത്തം കാലിയാട്ടോ. എന്തായാലും ഇവിടെ നടന്ന് പോകണം.
നല്ല മഴക്കാറാട്ടോ. ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ക്ലൈമറ്റ് ഉണ്ടല്ലേ, കയ്യിലെ നല്ല ഇരുണ്ട് മൂടി കിടക്കാണ്. എന്തായാലും നമ്മളൊരു 10-15 മിനിറ്റിനുള്ളിൽ കോയമ്പത്തൂർ കേട്ടോ. നമുക്ക് അടുത്ത വണ്ടിക്ക് ഇങ്ങോട്ട് തിരിച്ചു കയറാം. നോക്കാം നമുക്ക് ഇങ്ങോട്ടൊക്കെ ഉണ്ട്. നമ്മൾ തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ സർവ്വസാധാരണയായിട്ട് കാണുന്നൊരു ഏരിയയാണത്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ടറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാലം അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനാട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു തടാകം കാണാം കേട്ടോ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇത്. വെള്ളമൊന്നും ഈ ഒരു ഭാഗത്തൊന്നും കാണാനല്ലോ, മൊത്തം കുളവാഴിയാണ്. അങ്ങോട്ട് കാണാം ആ ഒരു സൈഡിലേക്ക്. കോയമ്പത്തൂർ ജംഗ്ഷൻ. നമ്മളിതാ കോയമ്പത്തൂരിലേക്ക് എത്തിട്ടോ. ഈ കിടക്കുന്ന വണ്ടിയെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് പോകാനുള്ളത്. തിരിച്ചു പോകാനുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു, അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 4 മണി കഴിഞ്ഞു കേട്ടോ. നമ്മളിതാ ഇവിടെ വന്നിറങ്ങിയ വണ്ടി കേട്ടോ. ഇത് ആ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക്. ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള വണ്ടി ഇതാ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. 4:25 എടുക്കുന്ന വണ്ടി, ഷൊർണൂർ നിലമ്പൂർ. ഈ വണ്ടി കേട്ടത് പാലക്കാട് ഷൊർണൂർ നിലമ്പൂർ. അപ്പം ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ളൊരു ട്രെയിൻ യാത്രയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഈ ഒരു വണ്ടിയിലേക്ക് കയറണം. ഇതിലായിട്ട് നമ്മൾ തിരിച്ചു പോകണേ. അപ്പോൾ എന്തായാലും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.